ഹായ് ഓൾ, എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 2 ആണ്. ഇമ്പോർട്ടൻ്റ് ആയ കുറേ പദ്ധതികൾ നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അത് കൂടാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് പദ്ധതികളാണ് നമ്മൾ ഈ പാർട്ട് 2 വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ട്രാൻസ്ജെൻഡർ പദ്ധതികളുണ്ട് അല്ലെ. ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളുണ്ട്. ഏതൊക്കെയാണ്? അപ്പൊ ആദ്യത്തെ പദ്ധതിയാണ് ഇത് യജ്ഞം. എന്താണ് യജ്ഞം? യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. മത്സര, അത് UPSC, PSC, RRB പോലുള്ള മത്സര പരീക്ഷകൾക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് എന്ത് ചെയ്യാണ്, ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? യജ്ഞം. അത് പഠിക്കുമ്പോൾ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് എന്താണ്? വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം. വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായമാണ് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. പൊതുവെ എന്താണ്? വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അല്ലെ. വീട്ടിൽ നിന്ന് മാറി താമസം അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് വേറെ വരുമാന മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ഇവർക്ക് എന്താണ്, ഈ പ്രതിവർഷം എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത തുക എന്ത് ചെയ്യുന്നു, ധനസഹായമായിട്ട് നൽകുന്ന പദ്ധതിയാണ് ഇത് വർണ്ണം, വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ സഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനുള്ള ധനസഹായം. ഓക്കെ. അപ്പൊ ഇത് മൂന്നും കമ്പയർ ചെയ്യുക. യജ്ഞം മത്സര പരീക്ഷയാണ്. അതുപോലെ വർണ്ണം എന്ന് പറഞ്ഞാൽ വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായമാണ്. സഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള സാമ്പത്തിക സഹായമാണ്. ഓക്കെ. ഇവിടെ തന്നെ കൂടെ പഠിക്കുക. കരുതൽ എന്ന് പറഞ്ഞ ഒരു പദ്ധതി പഠിക്കുക. അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് എന്ത് ചെയ്യുന്നു, സഹായിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഇത് കരുതൽ അല്ലെ. ഏതാണ്? കരുതലാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഓക്കെ. അടുത്തെന്താണ്? സാകല്യം. സാകല്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരായി. എന്നാണ്? തൊഴിൽ പരിശീലനത്തിലൂടെ എന്ത് ചെയ്യുന്നു, സ്വയം പ്രാപ്തരായിട്ട് ജീവിക്കാനുള്ള സന്ദർഭം ഒരുക്കുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് സാകല്യം. അപ്പൊ സ്വയം പ്രാപ്തരായി ഇത് കൊടുത്തിന് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ് സ്വയം തൊഴിൽ അല്ലെ. സ്വയം തൊഴിൽ അല്ലെങ്കിൽ സ്വയം പ്രാപ്തരായിട്ട്. ഓക്കെ. അതുപോലെ സമന്വയം ഓർത്തിരിക്കാൻ, നേരത്തെ പഠിച്ചതിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് തുടർ വിദ്യാഭ്യാസ പദ്ധതി. തുടർ വിദ്യാഭ്യാസ പദ്ധതി. അപ്പൊ യജ്ഞം എന്താണ്? അതുപോലെ തന്നെ എന്താണ് യജ്ഞം നമ്മൾ പഠിച്ചു. യജ്ഞം എന്തായിരുന്നു പദ്ധതി പറഞ്ഞ? യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സര പരീക്ഷ. അതുപോലെ വർണ്ണം എന്ന് പറഞ്ഞാൽ വിദൂര വിദ്യാഭ്യാസം. അതുപോലെ സഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ്. അതുപോലെ തന്നെ ആ ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത്. സമന്വയ. ഏതാണ്? സമന്വയ. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഹെൽപ്പ് ലൈൻ ആണ് ഇത് 1800 425 21 47. ഓക്കെ. ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ കേരളം. 2015 എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്നത്. 2014 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നയം എന്ത് ചെയ്യുന്നത്, കേരള സർക്കാർ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം കൂടി, ഈ പറഞ്ഞ പദ്ധതികൾ പൊതുവെ എല്ലാം കൂടി അറിയപ്പെടുന്ന മഴവില്ലാണ്. ഈ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് നൽകിയിരിക്കുന്ന പേരെന്തായിരുന്നു? കേരള ട്രാൻസ്ജെൻഡർ കലോത്സവമൊക്കെ നടന്നത് അതിന്റെ പേരും എന്തായിരുന്നു? മഴവില്ല് തന്നെയായിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും പദ്ധതികൾ, ഈ പറഞ്ഞ 6 പദ്ധതികളും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു നോക്കാം. ഓക്കെ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, നെക്സ്റ്റിലോട്ട് പോലെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികളാണ്. ആർക്കുള്ളതാണ്? ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികളാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പദ്ധതികളുണ്ട്. ഏതൊക്കെയാണ്? അതിൽ ഒന്നാണ് അനുയാത്ര. എന്താണ് അനുയാത്ര? അനുയാത്ര എന്ന് പറഞ്ഞാൽ അനുയാത്ര എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത് അനുയാത്ര അല്ലെ. അടുത്ത എന്താണ്? സഹജീവനം. എന്താണ്? ഭിന്നശേഷി വിഭാഗക്കാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്നേഹയാനം എന്ന് പറഞ്ഞാൽ, അതായത് നിർധനരായ കുട്ടികളുടെ, അതായത് ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് വന്നത്. അത് എഡിറ്റ് ചെയ്ത സമയത്ത് PDF കൺവേർട്ട് ചെയ്ത സമയത്ത് മാറിയാണ്. ഓക്കെ. എന്താണ്? കുട്ടികളുടെ, അതായത് നിർധനരായ കുട്ടികൾ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? നിർധനരായ കുട്ടികളുടെ, എന്താണ് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഈ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് ഇത്. ഈ ഓട്ടോ നൽകുന്ന, ഇതൊന്നും വായിക്കേണ്ട, ഞാൻ പറഞ്ഞ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സർക്കാർ എന്ത് ചെയ്യുന്നു, സൗജന്യമായി എന്ത് ചെയ്യുന്നു, ഈ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ സ്നേഹയാനം. അതായത് ഇവിടെ എന്ന് വെച്ചാൽ BPL വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് 3 വീലറിന്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രായം എന്ത് ചെയ്യാൻ പാടില്ല, 55 വയസ്സോ അതിൽ താഴെയോ ആയിരിക്കണം. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. എന്താ അമ്മമാർക്ക് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് അവിടെ ബാധകമാണ്. ഓക്കെ.
ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ 3 അനുയാത്ര ഓർത്തിരിക്കുക, സഹജീവൻ ഓർത്തിരിക്കുക, സ്നേഹയാനം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പ്രതീക്ഷാഭവൻ. എന്താണ് പ്രതീക്ഷാഭവൻ? എന്താ പ്രതീക്ഷാഭവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിവൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ്. ബുദ്ധിവൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞുള്ള പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് ഇത് പ്രതീക്ഷാഭവൻ എന്ന് പറഞ്ഞാൽ. അതെവിടെയാണ്? തവനൂർ, മലപ്പുറമാണ്. എവിടെയാണ്? തവനൂർ, മലപ്പുറമാണ്. അതുപോലെ അതേപോലെ ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ അല്ലെങ്കിൽ 18 വയസ്സിന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തിന്റെ പേര് പ്രത്യാക്ഷാ ഭവനാണ്. അത് രാമവർമ്മപുരം, തൃശ്ശൂരാണ്. അപ്പൊ ഇത് രണ്ടും മാറാണ്ടിരിക്കുക. പുരുഷന്മാർക്ക് എന്താണ്? പ്രതീക്ഷാ ഭവൻ, അത് തവനൂർ, മലപ്പുറമാണ്. അതുപോലെ സ്ത്രീകൾക്ക് എന്താണ്? പ്രത്യാക്ഷ ഭവൻ, അതെവിടെയാണ്? രാമവർമ്മപുരം, അതെവിടെയാണ്? തൃശ്ശൂരാണ് അല്ലെ. അടുത്ത പദ്ധതി എന്താണ്? അതിജീവനാണ്. എന്താണ്? അതിജീവൻ അല്ലെ. അതിജീവൻ ഇമ്പോർട്ടന്റ് പദ്ധതിയാണ്. ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ അധിഷ്ഠിത എന്താണ് പുനരധിവാസം ഉറപ്പാക്കുക, കുടുംബജീവിതം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഇത് അതിജീവൻ എന്ന് പറയുന്നതാണ്. അതിജീവൻ. അതുപോലെ തന്നെ അടുത്ത 2 പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വിദ്യാകിരണവും വിദ്യാജ്യോതി. എന്താണ് വിദ്യാകിരണം എന്ന് പറഞ്ഞാൽ? വിദ്യാകിരണം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം അല്ലെ. ഭിന്നശേഷിക്കാർക്കുള്ള വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം, അതാണ് ഇത് വിദ്യാകിരണം. അതുപോലെ വിദ്യാജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് ജ്യോതി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവിടെ എന്താണ്? ഈ പറഞ്ഞ BPL കുടുംബങ്ങൾക്ക് പൊതുവെ ഈ പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്? മുൻഗണന എന്ത് ചെയ്യാറുണ്ട്? നൽകുന്നുണ്ട്. മുൻഗണന എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. ഓർത്തിരിക്കാം. അടുത്തതാണ് പരിരക്ഷാ പദ്ധതി. ഏതാണ്? പരിരക്ഷാ പദ്ധതി. എന്താണ്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് പരിരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സഹചാരി പദ്ധതി എന്താണ്? ഈ പരസ്പര സഹായം അല്ലെ, പരസഹായം അല്ലെങ്കിൽ പരസഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉണ്ടാവുമല്ലോ സ്കൂളിൽ. അപ്പോൾ അവർക്ക് എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിനും മറ്റു കാര്യനിർവഹണത്തിനും സഹായിക്കുന്ന NCC, അതുപോലെ NCC, NSS, അതുപോലെ SPs ഉണ്ട്, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സ് അല്ലെ, യൂണിറ്റുകളെ ആദരിക്കുന്ന പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ സഹചാരി അല്ലെ. ഇവരെ സഹായിക്കുന്ന ഈ പറഞ്ഞ യൂണിറ്റുകൾ എന്ത് ചെയ്യുന്ന ആദരിക്കുന്ന പദ്ധതിയാണ് നമ്മൾ എന്താ പറയുക? സഹചാരി എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് PSC ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പരിണയം എന്ന് പറഞ്ഞാൽ. എന്താണ് പരിണയം? പരിണയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നശേഷി മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും വിവാഹത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് പരിണയം എന്ന് പറഞ്ഞാൽ അല്ലെ. നടപ്പിലാക്കുന്നത് ആരാണ്? സാമൂഹ്യ നീതി വകുപ്പാണ്. അതുപോലെ ഒറ്റത്തവണത്തിനാണ് 30,000 രൂപ. ഒറ്റത്തവണത്തിനാണ് 30,000 രൂപ എന്ത് ചെയ്യുന്നു? ധനസഹായം. ഒറ്റത്തവണയായിട്ട് 30,000 രൂപ വരെ എന്ത് ചെയ്യുന്നു? ധനസഹായം നൽകുന്നു. ഏത് പദ്ധതിയിലൂടെ? പരിണയം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ. ഓർത്തിരിക്കുക. നെക്സ്റ്റ് പദ്ധതിയാണ് ഏതാണ്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതായത് സംസ്ഥാനത്തെ അംഗപരിമിതർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഉത്തരവ്? അത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതായത് വാർഷിക ചികിത്സയായ 1 ലക്ഷം രൂപ, എന്താണ് 1 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നു? ഈ ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നു. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇതിന്റെ കാലാവധി വരെ. എല്ലാ വർഷവും എന്ത് ചെയ്യണം? പോളിസി പുതുക്കണം. ഇതൊക്കെയാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, ഇതിങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് PSC ഒരു പ്രാവശ്യം. അതുകൊണ്ടാണ് ഇത് പറയും, പോയിന്റ്സ് ഒക്കെ ചോദിച്ചതാണ്. ഓക്കെ, ഇതിന്റെ പ്രീമിയം തുക എന്ന് പറഞ്ഞാൽ BPL 250 രൂപയും APL ആണെങ്കിൽ എത്രയാണ്? 500 രൂപയാണ്. പോളിസി പുതുക്കുന്നതിനുള്ള തുക എത്രയാണ്? BPL ആണെങ്കിൽ 50 രൂപയും APL ആണെങ്കിൽ എത്രയാണ്? 250 രൂപയാണ്. അപ്പൊ ഇത്രയും പദ്ധതികൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുക? ഭിന്നശേഷിക്കാരായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പദ്ധതികൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ പദ്ധതി ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? നിരാമയ പദ്ധതി ഉണ്ടല്ലേ, നിരാമയ പദ്ധതി. അതുപോലെ തന്നെ ഏതാണ്? അനുയാത്ര, സഹജീവനം, അതുപോലെ സ്നേഹയാനം. പിന്നെ ഏതാണ്? പിന്നെ പ്രതീക്ഷാഭവൻ, പ്രത്യാശാഭവൻ, അതിജീവനം. പിന്നെ ഏതാണ്? വിദ്യാകിരണം, വിദ്യാജ്യോതി. പിന്നെ പരിരക്ഷാ പദ്ധതി, സഹചാരി പദ്ധതി, പരിണയം. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പാർട്ട് 1 പാർട്ട് 2 നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൽ മതി? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? അതിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക? ചാനൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ
വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ ക്ലാസ്സും ആണെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ചെയ്തു തരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം മാറി മാറി PSC ചോദിക്കാറില്ലേ. അപ്പോൾ സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതിയിൽ ആദ്യം ഓർത്തിരിക്കുക എന്താണ്, നിഴൽ. എന്താണ്, രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്, നിഴൽ. അതുപോലെ എൻ്റെ കൂടെ അല്ലെ, രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസം ഒരുക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. അപ്പോൾ എൻ്റെ കൂടെ വനിതാ ശിശു വികസന വകുപ്പാണ്. നിഴൽ ഏതാണ്, കേരള പോലീസ് ആണ് ആരംഭിച്ചത്. ഓക്കെ, അതുപോലെ ധീര എന്ന് പറഞ്ഞ പദ്ധതി ഓർത്തിരിക്കുക. അതിക്രമ സാഹചര്യങ്ങളിൽ വനിതകൾക്ക് സ്വയം സുരക്ഷ ഉറപ്പാക്കാനായി പ്രതിരോധ പരിശീലനം നൽകുന്നതിനും അവരിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുമായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ ധീര. അപ്പോൾ ഓർത്തിരിക്കുക, നിഴൽ കേരള പോലീസാണ്. അതുപോലെ എന്താണ്, എൻ്റെ കൂടെ വനിതാ ശിശു വികസന വകുപ്പാണ്. അതുപോലെ ധീര എന്ന് പറഞ്ഞ പദ്ധതി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഉജ്ജ്വല. അല്ല, എന്താണ്, ലൈംഗിക ചൂഷണം തടയുക, ചൂഷണത്തിന് ഇരയായവരെ എന്ത് ചെയ്യുക, മോചിപ്പിക്കുക, പുനരേകീകരിക്കുക, സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ അംഗീകൃത സംഘടനകൾക്ക് എന്ത് ചെയ്യുന്നു, ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്, ഉജ്ജ്വല. ലീഗൽ സെൽ എന്താണ്, പോക്സോ അതിജീവർക്ക് നീതി ഉറപ്പാക്കാനും സംരക്ഷണം നൽകാനുമായുള്ള സ്റ്റേറ്റ് നിർഭയ സെല്ലിൻ നിയമന നടപടികൾ ഏകോപിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇത്, ലീഗൽ സെല്ല്. ആശ്വാസനിധി ഓർത്തിരിക്കുക. ലൈംഗിക അതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായം നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ ആശ്വാസ നിധി. നെക്സ്റ്റ് പദ്ധതിയാണ് ഏതാണ്, പ്രത്യാശ. അല്ല, PSC ചോദിക്കുന്നതാണ്. പ്രത്യാശ ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ ഭാഷാവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെടുന്ന കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുകയും സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതി അല്ലെ. സ്നേഹയാനം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം അല്ലെ, എന്താണ്, ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് ഇത്, സ്നേഹയാനം. ഓൾറെഡി നമ്മൾ ഭിന്നശേഷിക്കാര പദ്ധതികൾ പഠിക്കുന്ന സമയത്ത് ഈ സ്നേഹയാനം പദ്ധതി പറഞ്ഞായിരുന്നു അല്ലെ. അടുത്തെന്താണ്, സ്വാശ്രയ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ സംരക്ഷിക്കുന്ന ധനസഹായ പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്, സ്വാശ്രയ പദ്ധതി. ഏതാണ്, സ്വാശ്രയ പദ്ധതി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മംഗല്യ പദ്ധതി. എന്താണ്, ദാരിദ്ര്യ മംഗല്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ എന്താണ്, ദാരിദ്ര്യക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹം ബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹം. അതായത് മംഗല്യ പദ്ധതി എന്ന് പറഞ്ഞാൽ വിധവകൾ, അതുപോലെ തന്നെ ഈ ഡൈവേഴ്സ് ആയ ആൾക്കാർക്കൊക്കെ, നിയമപരമായിട്ട് ഡൈവേഴ്സ് ചെയ്ത ആൾക്കാർക്കൊക്കെ എന്താണ്, ഈ പറഞ്ഞ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്, മംഗല്യ പദ്ധതി. മംഗല്യ. അതുപോലെ ഇതൊക്കെ എന്താ, പരിണയം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതുപോലെ തന്നെ എന്താണ്, ഭിന്നശേഷിക്കാരുടെ, അതായത് ഭിന്നശേഷി വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചെലവിന് ധനസഹായം. അതുപോലെ തീരമൈത്രി എന്ന് പറഞ്ഞാൽ എന്താണ്, മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എന്താണ്, സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷൻ വിമൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ തീരമൈത്രി. അപ്പം മംഗല്യ പദ്ധതി, പരിണയം, അത് ഓർത്തിരിക്കുക. ഇത് രണ്ടും നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് അറിയാം. എന്താണ് ഈ പറഞ്ഞ കല്യാണമായിട്ട് ബന്ധപ്പെട്ടാണ്. മംഗല്യ എന്ന് പറഞ്ഞാൽ വിധവകൾ, അതുപോലെ എന്താണ് വിവാഹബന്ധം ഏർപ്പെടുത്തിയവരാണ്. പരിണയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ ഭിന്നശേഷി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് വരിക അല്ലെ. അടുത്തെന്താണ്, കനൽ പദ്ധതിയാണ് അല്ലെ. കനൽ, സ്ത്രീധന പീഡനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ അവതരിപ്പിച്ച സ്ത്രീധന പീഡനത്തിനെതിരെ എന്താണ്, ഈ പറഞ്ഞ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞാൽ കനൽ പദ്ധതി എന്ന് പറഞ്ഞാൽ. ധീര ഓൾറെഡി നമ്മൾ മുന്നേ ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ള കാര്യം അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഈ പറഞ്ഞ അടുത്ത് എന്താണ്, സ്നേഹസ്പർശം അല്ലെ. സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂഷണത്തിനിരയായ അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി അല്ലെ. പുനരധിവസിക്കാനായിട്ട് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ സ്നേഹസ്പർശം.
അടുത്ത സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്നാണ്. സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറഞ്ഞാൽ പൊതു ഇടങ്ങളിലും വീടുകളിലും അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൈത്താങ്ങുന്ന ഏകീകൃത സംവിധാനമാണിത്. സഖി വൺ സ്റ്റോപ്പ് സെന്റർ. അവളിടം ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള യുവജന ക്ഷേമ ബോർഡിന്റെ പ്രത്യേക ഉദ്യമം അല്ലെങ്കിൽ അതിന്റെ പദ്ധതിന്റെ പേരാണ് അവളിടം ക്ലബ്ബുകൾ. മാതൃജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് എന്ത് ചെയ്യുന്നു? കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ എന്ത് ചെയ്യുന്നു? പ്രതിമാസം എന്ത് ചെയ്യുന്നു? 2000 രൂപ വരെ എന്ത് ചെയ്യുന്നു? ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ മാതൃജ്യോതി. ഏതാണ്? മാതൃജ്യോതി. പടവുകൾ അല്ലെ, പടവുകൾ എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണം എന്നിവ കാരണം ഭർത്താവിന് നഷ്ടമായി വിധവകൾ ആകുന്ന സ്ത്രീകൾക്ക് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ പടവുകൾ. അതുപോലെ ഇമ്പോർട്ടൻ്റ് പദ്ധതിയാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഏതാണ്? അഭയകിരണം അല്ലെ. ഏതാണ്? അഭയകിരണം. ഏതാണ്? അഭയകിരണം അല്ലെ. അഭയകിരണം പദ്ധതിന്റെ പ്രത്യേകത എന്താണ്? അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ സ്വന്തമായി താമസിക്കാൻ നിവൃത്തിയില്ലാത്ത ബന്ധുക്കളുടെ വീട്ടിൽ ആശ്രയത്തിൽ ജീവിക്കുന്ന വിധവകളെ സംരക്ഷിക്കുന്നതിനാണ് അഭയകിരണത്തിലൂടെ എന്ത് ചെയ്യുന്നത്? സഹായം ലഭിക്കുന്നത്. ഓർത്തിരിക്കുക, അഭയകിരണം ഒരു ഇമ്പോർട്ടൻ്റ് പദ്ധതിയാണ്. PSC ചോദിക്കുന്ന, PXCക്ക് ഇഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് അഭയകിരണം. ഒരു ആശ്വാസകിരണം, ആരോഗ്യകിരണം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കഴിഞ്ഞ ക്ലാസ് ഇതിന്റെ പാർട്ട് 1 വീഡിയോ കാണാത്തവർ കാണാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത്. അത് കാണാത്തവർ എന്ത് ചെയ്യുക? അത് കാണുക. എന്താണ് അതിന്റെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? അടുത്തതാണ് അപരാജിത. ഏതാണ്? അപരാജിത. അപരാജിത എന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങൾ, ഭർത്തൃവീടുകളിൽ നടക്കുന്ന സ്ത്രീധന പീഡനങ്ങൾ, മറ്റ് ഗാർഹിക പീഡനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള പോലീസ് ഇപ്പൊ കേരള പോലീസ് ഇപ്പൊ നേരത്തെ നമ്മൾ മേടിച്ചു നീടല്ലേ, കേരള പോലീസിന്റെ പദ്ധതി മേടിച്ചു. ഇത് വീണ്ടും അപരാജിത കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. താഴെ ഇങ്ങനെ തന്നെ എടുത്തു ചോദിക്കുന്നതാണ്. താഴെ പറയുന്നവരിൽ കേരള പോലീസ് ആരംഭിച്ച നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് എടുത്തു ചോദിക്കും. അതുകൊണ്ട് അപരാജിത എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്തെന്താണ്? രക്ഷാദൂതാണ്. എന്താണ്? രക്ഷാദൂത്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തപാൽ വകുപ്പുമായി ദൂത് അല്ലെ, ദൂത് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നെ തപാൽ വകുപ്പ് ദൂതായിട്ട് അയക്കാം അല്ലെ. എന്താണ്? തപാൽ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സ്ത്രീ സംരക്ഷണത്തിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും കൂടി നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് വെച്ചതാണ്. ഓപ്ഷൻ നോക്കുമ്പോൾ ദൂത് ഉണ്ടാവും. രക്ഷാദൂത് അല്ലെ, തപാൽ വകുപ്പ് ദൂത്. ഓർത്തിരിക്കുക, ദൂത്, രക്ഷാദൂത്. ഇപ്പൊ ഇത്രയാണ് സ്ത്രീ സുരക്ഷക്കായിട്ടുള്ള പദ്ധതികൾ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പദ്ധതികൾ. ഒരുപാട് പദ്ധതികൾ പറഞ്ഞു, മേ ബി കൺഫ്യൂസ്ഡ് ആവാം. അപ്പം എന്ത് ചെയ്യുക? നിങ്ങളിത് ഈ വീഡിയോ ഒരു പ്രാവശ്യം കണ്ട ശേഷം വീണ്ടും എന്ത് ചെയ്യുക? ഇത് കാണുക, അല്ലെങ്കിൽ ഇതിന്റെ നോട്ട്സ് എഴുതി വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. ഇത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ പദ്ധതികൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് കൂടാണ്ട് മറ്റ് ചില ഇമ്പോർട്ടൻ്റ് പദ്ധതികൾ, PSCക്ക് ഇഷ്ടപ്പെട്ട, PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റു കുറച്ച് പദ്ധതികളുണ്ട്. ആ പറഞ്ഞ പദ്ധതികളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അടുത്തതാണ് തൂവാല വിപ്ലവം. PYQ ആണ് അല്ലെ. തൂവാല വിപ്ലവം PYQ ആണ്. അതായത് തൂവാല വിപ്ലവം എന്ന് പറഞ്ഞതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. ഇത് വായുവിലെ രോഗങ്ങൾ, ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിന്റെ പേരാണ് എന്ത്? തൂവാല അല്ലെ, തൂവാല വിപ്ലവം അല്ലെ. എന്താണ്? തൂവാല വിപ്ലവം. അതുപോലെ ഏകാരോഗ്യ വഴി, ഇതോടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വൺ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞത് ഏകാരോഗ്യ പദ്ധതി അല്ലെങ്കിൽ വൺ ഹെൽത്ത് മിഷൻ അല്ലെ. എന്താണ്? മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം എന്താണ്? മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ഏകാരോഗ്യ പദ്ധതി അല്ലെങ്കിൽ വൺ ഹെൽത്ത് മിഷൻ. ശൈലി ആപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് ശൈലി. ഇത് മൂന്നും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തൂവാല വിപ്ലവം വായിലൂടെ പകരുന്ന രോഗങ്ങൾ, ഏകാരോഗ്യ പദ്ധതി മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം എന്ത് ചെയ്യുക? മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. അതുപോലെ ഉറപ്പുവരുത്തിയ പകർച്ചവ്യാധികൾ എന്ത് ചെയ്യുക? തടയുക. ശൈലി ആപ്പ് എന്താണ്? സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെ, മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മിഴി. എന്താണ്? മിഴി. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതിയാണ് ഇത് മിഴി. പഠിച്ചു വെക്കുക. നേർക്കാഴ്ച, എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളുടെയും കാഴ്ച പരിശോധനയ്ക്ക് എല്ലാ
എല്ലാ കുടുംബങ്ങളെയും എന്ത് ചെയ്യുന്നു, കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണിത് നേർക്കാഴ്ച. മന്ദഹാസം നമുക്കറിയാം ചിരിയായിട്ട് ബന്ധപ്പെട്ടാണ് വരിക അല്ലെ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് എന്ത് ചെയ്യുന്നു, സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. അതായത് വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കൃത്രിമ ദന്തങ്ങൾ എന്ത് ചെയ്യുന്നത്, സൗജന്യമായിട്ട് കിട്ടുന്നത് ഈ പദ്ധതിയിലൂടെ. അടുത്ത പദ്ധതി എന്താണ്, ഉഷസ് ആണ് അല്ലെ. കേരളത്തിൽ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പദ്ധതിയാണ് ഇത് ഉഷസ്. ബാലമുകുളം എന്താണ്, സ്കൂൾ കുട്ടികൾക്കായി ആയുർവേദ വകുപ്പിന്റെ കീഴിലുള്ള ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. എസ് കേരള PIPYQ ആണ്. എസ് കേരള എന്ന് പറഞ്ഞതാണ് കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായുള്ള പദ്ധതിയാണ് ഇത് എസ് കേരള. കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായുള്ള പദ്ധതിയാണ് ഇത് എസ് കേരള. അതുപോലെ സുഹൃതം പദ്ധതി എന്താണ്, സുഹൃതം പദ്ധതി എന്താണ്, ഇമ്പോർട്ടൻ്റ്. ഈ 2 പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എന്താണ് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. സുഹൃതം പദ്ധതിയും സ്വാസ്ഥ്യവും എന്താണ്, ആരോഗ്യക്ഷേമ പദ്ധതികൾ വരുന്നത് അല്ലെ. സുഹൃതം രണ്ടും എന്തുമായി ബന്ധപ്പെട്ടാണ്, ക്യാൻസർ പദ്ധതികളാണ് അല്ലെ. സുഹൃതം പദ്ധതി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ക്യാൻസർ രോഗം ഭേദമാക്കാനുള്ള ചികിത്സാ പദ്ധതിയാണ് ഇത് സുഹൃതം പദ്ധതി. സ്വാസ്ഥ്യം എന്ന് പറയുന്നതാണ് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററും അതുപോലെ തന്നെ കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, സ്വാസ്ഥ്യം. രണ്ടും എന്തുമായി ബന്ധപ്പെട്ടാണ്, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, അടുത്ത പദ്ധതികളാണ് സനാഥ ബാല്യം. എന്താണ് സനാഥ ബാല്യം? കേരളത്തിലെ അംഗീകൃത അനാഥാലയങ്ങളിലെ കുട്ടികളെ ദത്തെടുക്കുന്നതായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് സനാഥ ബാല്യം. അമൃത് പദ്ധതി എന്താണ്, 30 വയസ്സിന് മുകളിലുള്ളവർക്ക് വരുന്ന ജീവിതശൈലി രോഗങ്ങൾ നൽകുന്ന ചികിത്സയും അതുപോലെ മരുന്ന് സഹായവും അതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇത് അമൃത് പദ്ധതി അല്ലെ. മൃതസഞ്ജീവനി നമുക്കറിയാം കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ മൃതസഞ്ജീവനി. അതായത് മൃതസഞ്ജീവനി പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് പഠിക്കുക. അതായത് ഈ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ എന്ത് ചെയ്യുന്നു, ദാനം ചെയ്യുന്നുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണിത്. അതുപോലെ തന്നെ ഇതിന്റെ മുദ്രാവാക്യമാണ് എന്ത്, ഷെയർ ഓർഗൻസ് സേവ് ലൈഫ്സ് എന്നാണ്. എന്താണ് ലൈഫ്സ്, എന്താണ് ഷെയർ ഓർഗൻസ് സേവ് ലൈഫ്സ്. അതുപോലെ തന്നെ എന്താണ് നിലവിൽ വന്നപ്പോഴാണ് 2012 ഓഗസ്റ്റ് 12 അല്ലെ. 2012 ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 12 പ്രത്യേകത നമുക്കറിയാം എന്താണ്, ലോക യുവജന ദിനമാണ്. അതുപോലെ ഇന്ത്യയിൽ ദേശീയ വിദൂര സംവേദന ദിനമാണ്, അല്ലെങ്കിൽ വിക്രം സാരാഭായ് ജന്മദിനം കൂടിയാണ്. അന്നാണ് ഇന്ത്യയിൽ എന്തായിട്ട് വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ എന്താ ആചരിക്കുന്നത്, നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് അല്ലെ. വിക്രം സാരാഭായ് ജനിച്ചപ്പോഴാണ് 1919 ഓഗസ്റ്റ് 12 അതുപോലെ തന്നെ ഈ മൃതസഞ്ജീവനി പദ്ധതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്, മോഹൻലാൽ ആണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് കൊടുത്തിരിക്കുക എന്താണ്, KNOS അല്ലെ. KNOS എന്താണ്, കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് ഫുൾ ഫോം ഒന്ന് കൊടുത്തിരിക്കുക, KNOS കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക, ഈ പറഞ്ഞ ഏതാണ് മൃതസഞ്ജീവനി പദ്ധതിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ആണ് ഭൂമിക പദ്ധതി അല്ലെ. ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും കൗൺസിലിംഗും നൽകുന്ന പദ്ധതിയാണ് ഇത് ഭൂമിക പദ്ധതി. അതുപോലെ തന്നെ ഹമാര കാർഡ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കേരളത്തിൽ നൽകുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് ഇത് ഹമാര കാർഡ് എന്ന് പറഞ്ഞാൽ. IA ഏക് സാത്ത് CK അല്ലെ. എന്താണ് അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളിൽ എത്തിക്കാൻ പഠന പരിപാടിയുമായിട്ട് പൊതു വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് IA ഏക് സാത്ത് CK അല്ലെ, ഏക് സാത്ത് CK. നെക്സ്റ്റ് പദ്ധതി കെടാവിളക്ക്. അതായത് 1 മുതൽ 8 വരെ ക്ലാസ്സിലെ പിന്നോക്ക വിഭാഗം കുട്ടികൾക്ക് പ്രതിവർഷം 1500 രൂപ, എത്രയാണ് 1500 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ കെടാവിളക്ക് അല്ലെ. ഇനി അവസാനത്തെ പദ്ധതിയാണ് സേഫ് പദ്ധതി. ഏതാണ് സേഫ് പദ്ധതി? സുരക്ഷിതമായതും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയതുമായ ഭവനങ്ങൾ ഒരുക്കാൻ പട്ടിക വിഭാഗ കുടുംബങ്ങളെ പര്യാപ്തമാക്കുന്നതിന് പട്ടികജാതി SC/ST വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഭവന പൂർത്തീകരണ പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ സേഫ്. അതിന്റെ ഫുൾ ഫോം ഒന്ന് കൊടുത്തിരിക്കുക, സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെന്റ്. എന്താണ് സെക്യൂർ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെന്റ്. അപ്പോൾ ഇത്രയും പദ്ധതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാണ്ട് കുറേ പദ്ധതികൾ ഇനിയും പഠിക്കാനുണ്ട്, അത് നമ്മളൊരു നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ ചെയ്യും. ഈ പറഞ്ഞ ഹൃദ്യം അല്ലെ, ഒപ്പം, സീതാലയം, അതുപോലെ തന്നെ വിമുക്തി അല്ലെ, കേരള പോലീസിന്റെ ഒരുപാട് പദ്ധതികളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ആർദ്രം പദ്ധതി, ആർദ്രം മിഷനുമായിട്ട് ആർദ്രം പദ്ധതി പറഞ്ഞ നവകേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ട 4 പദ്ധതികൾ, ആർദ്രം മിഷൻ, ലൈഫ് മിഷൻ, അതുപോലെ ഹരിത കേരളം അല്ലെ, പൊതുവിദ്യാഭ്യാസ യജ്ഞമൊക്കെ പഠിക്കൂലേ, ആയുർദളം, ഈ പറഞ്ഞ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പദ്ധതികൾ നമ്മൾ ഇനിയും എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ആ വീഡിയോ
കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് താല്പര്യം, ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ.